ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റെസിസ്റ്റേഴ്സ് ഏതൊക്കെ രീതിയിലാണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെ രീതിയിൽ റെസിസ്റ്റേഴ്സിനെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ കണക്ട് ചെയ്യാൻ പറ്റും. There are two ways of combining resistors. They are first one series combination, second one parallel combination. നമുക്ക് രണ്ട് രീതിയിൽ റെസിസ്റ്റേഴ്സിനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് സീരീസ് കോമ്പിനേഷനും രണ്ടാമത്തത് പാരലൽ കോമ്പിനേഷനും. ഓക്കെ, we can connect resistors in an electrical circuit by two ways. They are first one series combination and second one is parallel combination. നമുക്ക് റെസിസ്റ്റേഴ്സിനെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് സീരീസ് കണക്ഷനും രണ്ടാമത്തത് പാരലൽ കണക്ഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിലാണ് റെസിസ്റ്റേഴ്സിനെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. ഒന്നാമത്തത് സീരീസ് ആയിട്ട്, രണ്ടാമത്തത് പാരലൽ ആയിട്ട്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സീരീസ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടോ അതിലധികമോ റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സെയിം കറണ്ട് ആണ് ഈ മൂന്ന് റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ മൂന്ന് റെസിസ്റ്റേഴ്സ് കാണാം, R1, R2 and R3. There are three resistors in the circuit. They are R1, R2 and R3. ഈ മൂന്ന് റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ട് ആണ് കണക്ട് ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ സെയിം കറണ്ട് ആണ് ഈ മൂന്ന് റെസിസ്റ്ററിലൂടെയും കടന്നു പോകേണ്ടത്. അങ്ങനെ സെയിം കറണ്ട് മൂന്ന് റെസിസ്റ്ററിലൂടെയും കടന്നു പോയാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ആ മൂന്ന് റെസിസ്റ്റേഴ്സും സീരീസ് കോമ്പിനേഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈവശം മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അത് മൂന്നും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയണമെങ്കിൽ ആ മൂന്ന് റെസിസ്റ്ററിലൂടെയും ഒരേ കറണ്ട് ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്ക്, ഇവിടെ മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1, R2, R3. R1ലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? I. R2ലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? I. R3ലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? I. അപ്പോൾ R1ലൂടെയും R2ലൂടെയും R3ലൂടെയും പാസ് ചെയ്യുന്ന സെയിം കറണ്ട് ആണ്, I തന്നെയാണ്. If same current is passing through all the three resistors, then we can say that they are connected in series. ആ മൂന്ന് റെസിസ്റ്ററിലൂടെയും, അതായത് R1ലൂടെയും R2ലൂടെയും R3ലൂടെയും സെയിം കറണ്ട് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ആ മൂന്ന് റെസിസ്റ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ മൂന്ന് റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് പറയണമെങ്കിൽ ആ മൂന്ന് റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. ടു ഓർ മോർ റെസിസ്റ്റേഴ്സ് ആർ സെഡ് ടു ബി ഇൻ സീരീസ്. They are connected in such a way that same current is flowing through all the three resistors. If same current is flowing through all the three resistors, we can say that they are connected in series. ഒരേ കറണ്ട് ആണ് മൂന്ന് റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം മൂന്ന് റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. ഇപ്പോൾ ഇവിടെ R1ലൂടെയും R2ലൂടെയും R3ലൂടെയും പോകുന്നത് ഫ്ലോ ചെയ്യുന്നത് സെയിം കറണ്ട് ആണ്. ഇവിടെ R1ലൂടെയും R2ലൂടെയും R3ലൂടെയും ഫ്ലോ ചെയ്യുന്നത് സെയിം കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം R1, R2 and R3 are connected in series. മൂന്ന് റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് ഒന്നായതുകൊണ്ട്, സെയിം ആയതുകൊണ്ട് ഇവിടുത്തെ കറണ്ട് ഏതാണ്? മൂന്ന് റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് I ആണ്.
അപ്പോൾ മൂന്ന് റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് ഒന്നാണ്, സെയിം ആണ്, ഐ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം മൂന്ന് റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണെന്ന് പറയാം. ഓക്കെ, സോ ഹിയർ 3 resistors R1, R2 and R3 are connected in series. ഇവിടെ 3 റെസിസ്റ്റർ R1 ഉം R2 R3 ഉം കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. ആൻഡ് എ വോൾട്ടേജ് V is supplied across these 3 resistors. ഇവിടെ R1 ഉം R2 ഉം R3 ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം എ വോൾട്ടേജ് V is applied across these 3 resistors. അതിനുശേഷം ഒരു V എന്ന് പറഞ്ഞ വോൾട്ടേജ് 3 റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ R1 R2 R3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം V എന്ന വോൾട്ടേജ് അതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിം കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദീസ് 3 റെസിസ്റ്റർ. ഐ എന്ന് പറയുന്ന ഒരേ കറണ്ട് ആണ് R1ലൂടെയും R2ലൂടെയും R3ലൂടെയും ഫ്ലോ ചെയ്യുന്നത്. ഹിയർ ദ സെയിം കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഓൾ ദ 3 റെസിസ്റ്റർ. 3 റെസിസ്റ്ററിലൂടെ ഒഴുകുന്നത് സെയിം കറണ്ട് ആണ്. ആ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പോൾ ഐ എന്ന കറണ്ട് ആണ് 3 റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കറണ്ടിന്റെ വാല്യൂ ഐ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ട് ഈസ് സെയിം. The same current is flowing through all the 3 resistors, but potential difference will be different. 3 റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറന്റ് ആയിരിക്കും. ഓക്കെ, കാര്യം എന്താ? നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ V എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻടു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ 3 റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 3 റെസിസ്റ്ററും വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല V is equal to I into R ആണ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല I into R ആണ്. ഇവിടെ 3 റെസിസ്റ്ററും സെയിം ആയിരിക്കത്തില്ല. ഒരു റെസിസ്റ്റർ 1K ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1K ആണെങ്കിൽ അടുത്ത റെസിസ്റ്റർ 2.2K ആവാം. അടുത്ത റെസിസ്റ്റർ 3.3K ആവാം. അപ്പോൾ ആറിന്റെ വാല്യൂ വ്യത്യാസമാണ്, അതായത് റെസിസ്റ്ററിന്റെ വാല്യൂ വ്യത്യാസമാണ്. അപ്പോൾ റെസിസ്റ്ററിന്റെ വാല്യൂ വ്യത്യാസമാണെങ്കിൽ 3 റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമായിരിക്കും. ഇനി എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്? ഐ എന്ന കറണ്ട് R1 എന്ന റെസിസ്റ്ററിലൂടെ ഒഴുകുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ആ വോൾട്ടേജിനെ നമ്മൾ V1 എന്ന് പറയും. ഐ എന്ന കറണ്ട് R1 എന്ന റെസിസ്റ്റർ വഴി ഒഴുകുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. സാധാരണഗതിയിൽ ഒരു കറണ്ട് ഒരു റെസിസ്റ്റർ വഴി ഫ്ലോ ചെയ്താൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, V എന്നൊരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഐ എന്ന കറണ്ട് R എന്ന റെസിസ്റ്റർ വഴി ഫ്ലോ ചെയ്താൽ അവിടെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഓംസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഓംസ് ലോ പ്രകാരം ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I into R ആണ്. അപ്പോൾ I എന്ന കറണ്ട് R1 വഴി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ നമ്മൾ V1 എന്ന് പറയും. I എന്ന കറണ്ട് R2 വഴി ഒഴുകുമ്പോൾ അവിടെയും ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അതിനെ നമ്മൾ V2 എന്ന് എഴുതും. I എന്ന കറണ്ട് R3 വഴി ഫ്ലോ ചെയ്യും. അവിടെയും ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അതിനെ നമ്മൾ V3 എന്ന് എഴുതും. അപ്പോൾ I എന്ന കറണ്ട് R1 വഴി ഒഴുകുമ്പോൾ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അതിനെ V1 എന്ന് പറയും. R1 അക്രോസ് ആയ വോൾട്ടേജ് ആയതുകൊണ്ട് അതിനെ V1 എന്ന് പറയും.
I എന്ന കറണ്ട് R2 വഴി ഒഴുകുമ്പോൾ അവിടെയും ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അതിനെ നമ്മൾ V2 എന്ന് പറയും. R2 അക്രോസ് ആയ വോൾട്ടേജ് V2. ഇനി I എന്ന കറണ്ട് R3 വഴി ഫ്ലോ ചെയ്യും. അപ്പോൾ അവിടെയും ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അതിനെ നമ്മൾ V3 എന്ന് പറയും. R3 അക്രോസ് ആയ വോൾട്ടേജ് V3. ഇനി ഓംസ് ലോ പ്രകാരം നമ്മൾ V1 എത്രാന്ന് കണ്ടുപിടിക്കണം, V2 എത്രാന്ന് കണ്ടുപിടിക്കണം, V3 എത്രാന്ന് കണ്ടുപിടിക്കണം. ഓംസ് ലോ പ്രകാരം ഈ V1 എത്രാന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, V2 എത്രാന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, V3 എത്രാന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 കണ്ടുപിടിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1 അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ V1 എന്ന് പറയും. R1 എന്ന ആദ്യത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ V1 എന്ന് പറയും. ഓംസ് ലോ നമ്മൾ പഠിച്ചത് V IR ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ V1 എന്ന് പറഞ്ഞാൽ V IR ആണെങ്കിൽ V1 എന്ന് പറയുന്നത് I ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് R1 ആണ്. അപ്പോൾ I ഇൻറ്റു R1. അപ്പോൾ R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 എന്ന് പറയുന്നത് I ഇൻറ്റു R1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R2 എത്ര ആയിരിക്കും? R2 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആയിരിക്കും? അത് V2 ആണ്, നമുക്കറിയാം. അത് നമ്മൾ ഓംസ് ലോ പ്രകാരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓംസ് ലോ പ്രകാരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R ആണ്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ വെച്ച് R2 അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R2 അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V2 ആണ്. V2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഓംസ് ലോ പ്രകാരം I ഇൻറ്റു R ആണ്. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റർ എത്രയാണ്? R2. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R2. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R1, V2 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R2. കാരണം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. സിമിലർലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R3, that is V3, can find by the formula I into R3. അതേപോലെ R3 എന്ന റെസിസ്റ്റൻസ് അക്രോസ് ആയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V3 ആണ്. അപ്പോൾ V3 കണ്ടുപിടിക്കുന്നത് ഓംസ് ലോ ഉപയോഗിച്ചാണ്, I ഇൻറ്റു R ഉപയോഗിച്ചാണ്. ഓക്കെ, അങ്ങനെ വന്നാൽ V3 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R3 ആണ്. I ഇൻറ്റു R3. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ, ഞാനൊരു എക്സാമ്പിൾ വെച്ചത് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 20 ആണ്. ഓക്കെ, അതിൽ 10 വോൾട്ടേജ് R1 അക്രോസ് ആയിട്ട് വന്നു. അതായത് V1 എന്ന് പറയുന്നത് 10 വന്നു. ഓക്കെ, 5 വോൾട്ടേജ് R2 അക്രോസ് ആയിട്ട് വന്നു. അതായത് V2 5 വോൾട്ട്. അപ്പോൾ V എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തത് 20 വോൾട്ട് ആണ്. അതിൽ 10 വോൾട്ടേജ് R1 അക്രോസ് ആയിട്ട് വന്നു. അതായത് V1. 5 വോൾട്ടേജ് R2 അക്രോസ് ആയിട്ട് വന്നു. അതായത് V2. അപ്പോൾ V1 10, V2 5. അങ്ങനെയാണെങ്കിൽ V3 എത്ര? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V3? അത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ 20 വോൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വോൾട്ടേജ് V1 അക്രോസ് ആയിട്ട് വരും, കുറച്ച് വോൾട്ടേജ് V2 അക്രോസ് ആയിട്ട് വരും, ബാക്കി വോൾട്ടേജ് V3 അക്രോസ് ആയിട്ട് വരും. അപ്പോൾ ഈ V എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും V എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ V1 10 ആണ്, V2 5 ആണ്. അങ്ങനെയാണെങ്കിൽ V3 എത്ര? നമ്മൾ അപ്ലൈ ചെയ്തത് 20 ആണ്. അപ്പോൾ 20 കിട്ടണമെങ്കിൽ V3യുടെ വാല്യൂ എത്ര വരും? 5 വരും. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം, ദിസ് V is equal to V1 plus V2 plus V3. V is equal to V1 plus V2 plus V3. Okay? V is equal to V1 plus V2 plus V3 എന്ന് പറയാം.
ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടുത്തെ ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണ്. ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണ്. ഇവിടെ 3 റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോ ഉണ്ട്. R1ഉം R2ഉം R3ഉം. ഓക്കെ, ഈ മൂന്നിന്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് R എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനിവിടെ R1 1K കണക്ട് ചെയ്തു, R2 2.2 കണക്ട് ചെയ്തു, R3 3.3 കണക്ട് ചെയ്തു. അപ്പോൾ മൊത്തത്തിലുള്ള ഈ മൂന്നിന്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ R എന്ന് എടുത്തു. ഓക്കെ, R എന്ന് എടുത്തു. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. 3 റെസിസ്റ്റർ R1ഉം R2ഉം R3ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ മൂന്നിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് ഞാൻ എടുത്തു. ഇവിടുത്തെ എഫക്റ്റീവ് വോൾട്ടേജ് V ആണ്, കറണ്ട് I ആണ്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ പ്രകാരം നമ്മൾ V എന്ന് പറഞ്ഞാൽ എന്താണ്? IR എന്ന് എഴുതാം. V = IR എന്ന് എഴുതാം. V എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്, R എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 3 റെസിസ്റ്ററിന്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതായത് മൊത്തത്തിൽ ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് R എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അപ്ലൈ ചെയ്തത് V എന്ന വോൾട്ടേജ് ആണ്. ആ V എന്ന വോൾട്ടേജിൽ കുറച്ച് വോൾട്ടേജ് R1 അക്രോസ് ആയിട്ട് വരും, അത് V1. കുറച്ച് വോൾട്ടേജ് R2 അക്രോസ് ആയിട്ട് വരും, അത് V2. കുറച്ച് വോൾട്ടേജ് R3 അക്രോസ് ആയിട്ട് വരും, അത് V3. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. ഈ മൊത്തത്തിലുള്ള വോൾട്ടേജ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൊത്തത്തിലുള്ള വോൾട്ടേജ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. കാര്യം നമ്മൾ 20 വോൾട്ടേജ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 10 വോൾട്ടേജ് R1 അക്രോസ് ആയിട്ട് വരും, അതായത് V1 വരും. 5 വോൾട്ടേജ് V2 വരും. ഇപ്പോൾ 10 5 15 ആയി. നമ്മൾ കൊടുത്തത് 20 ആണ്. അപ്പൊ ബാക്കി V3 വരുന്ന എത്ര ആയിരിക്കും? 5 വോൾട്ടേജേ വരത്തുള്ളൂ. കാരണം V എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. ഇനി നമ്മള് V1 എത്രയാണെന്ന് കണ്ടുപിടിച്ചു, I × R1 ആണ്. V2 എത്രയാണെന്ന് കണ്ടുപിടിച്ചു, I × R2 ആണ്. V3 എത്രയാണെന്ന് കണ്ടുപിടിച്ചു, I × R3 ആണ്. V എത്രയാണെന്ന് നമുക്കറിയാം, IR ആണ്. ഇനി നമ്മള് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് R ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. നമ്മുടെ ഇക്വേഷൻ V = V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് V, നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ IR. V = IR. ഓംസ് ലോ പ്രകാരം V = IR ആണ്. ഇനി V1 ന്റെ വാല്യൂ അറിയാം. V1 ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, I × R1. V2 ന്റെ വാല്യൂ കണ്ടുപിടിച്ചു, വാല്യൂ ഓഫ് V2 = I × R2. V3 നമുക്കറിയാം, V3 = I × R3. So IR = IR1 പ്ലസ് IR2 പ്ലസ് IR3. ഇവിടെ 3 ടൈമിലും കോമൺ ഫാക്ടർ ആയിട്ട് I ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടൈമിലും കോമൺ ഫാക്ടർ ആയിട്ട് I ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ IR = ഇവിടെ 3 ടൈമിലും കോമൺ ഫാക്ടർ ആയിട്ട് I ഉണ്ട്, I പുറത്തെടുക്കുന്നു. അപ്പോൾ ആ ടൈം എങ്ങനെ എഴുതാം? R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എഴുതാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ IR ഈസ് ഈക്വൽ ടു I into R1 plus R2 plus R3 എന്ന് എഴുതാം. ഹിയർ I and I cancels. I യും ക്യാൻസൽ ആയി പോകുന്നു. Balance is R is equal to R1 plus R2 plus R3. അപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R is equal to R1 plus R2 plus R3 ആണ്. ഓക്കെ, അപ്പോൾ 3 റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ആ 3 റെസിസ്റ്ററിന്റെയും സം ആയിരിക്കും. അതായത് R is equal to R1 plus R2 plus R3. ഓക്കെ, R is equal to R1 plus R2 plus R3. The effective value of resistors in a series combination is equal to sum of the resistance value of individual resistors. R1, R2, R3 എന്ന 3 റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? R1 plus R2 plus R3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5K റെസിസ്റ്ററും 10K റെസിസ്റ്ററും അടുത്തൊരു 10K റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ എത്രയാണ്? ഞാൻ പറഞ്ഞു 3 റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ R1 plus R2 plus R3 ആണ്. ഇവിടെ R1 5K ആണ്, R2 10K ആണ്, R3 10K ആണ്. അപ്പോൾ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 plus 10 plus 5 എത്ര വരും? 25 വരും. 25K വരും. അപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷനിലെ റെസിസ്റ്ററിന്റെ ഇഫക്റ്റീവ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ R is equal to R1 plus R2 plus R3. 3 റെസിസ്റ്റൻസും തമ്മിൽ എന്തോ ചെയ്യണം? ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇഫക്റ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി R1ഉം R2ഉം R3യും 1K ആണെങ്കിൽ എത്ര കിട്ടും? 1K ആണെങ്കിൽ എത്ര കിട്ടും? ഇഫക്റ്റീവ് വാല്യൂ 1 plus 1 plus 1 എത്ര കിട്ടും? ഇഫക്റ്റീവ് വാല്യൂ ഓഫ് റെസിസ്റ്റർ എത്ര കിട്ടും? 1K 1K 1K. 3 1K കൂട്ടിയാൽ 3K കിട്ടും. അപ്പോൾ the effective value of resistors in a series combination can be found by the equation R is equal to R1 plus R2 plus R3. 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ കാണുന്ന ഇക്വേഷൻ R1 plus R2 plus R3. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.